ഹലോ, എല്ലാവർക്കും നമസ്കാരം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റംസ് നമ്മുടെ നഗാസ് കളക്ഷൻസിൽ വരുന്ന എക്ദം മീൻസ് ഹിന്ദിയിൽ പറയുന്ന കേട്ടോ, ഏറ്റവും വെയിറ്റ് കുറഞ്ഞിട്ടുള്ള നഗാസ് വളകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കേട്ടോ. ഏറ്റവും വെയിറ്റ് കുറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം, അതായത് 10 ഗ്രാമിൽ വരുന്ന ഒരു നഗാസിന്റെ വളയാണ് ഈ ഒരെണ്ണം. 2 എണ്ണം കൂടി 20 ഗ്രാം വരുന്നുള്ളൂ. നിങ്ങൾക്ക് കണ്ടറിയാം, അത്രയും പൊലിമയില് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള വളയായിട്ട് പോലും അതിന് 10 ഗ്രാം തൂക്കേ വന്നിട്ടുള്ളൂ. ശരിക്കും ഈ വളയൊക്കെ ഒരു പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷം മുമ്പൊക്കെ ഈ ഒരു വീതിക്ക് വരുന്ന വള മിനിമം ഒരു 3 പവനിലും വെയിറ്റ് ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ അത്രയും സോളിഡ് ആയിട്ടാണ് ചെയ്തിരുന്നത്. ഇപ്പം എല്ലാം ലൈറ്റ് വെയിറ്റിൽ ചെയ്യേണ്ട ഒരു ആവശ്യകത വന്നിട്ടുണ്ട്. കാരണം ഗോൾഡിന്റെ വില അത്രയും കൂടുകയാണ്. അപ്പം നമുക്കൊരു 5 പവനോ 10 പവനോ എടുക്കുന്ന കല്യാണ പാർട്ടിക്ക് വരെ എടുക്കാൻ പറ്റണം എന്നുള്ള ഒരു തോട്ടാണ് നമുക്ക് ഇങ്ങനെ ഞങ്ങൾ ലിയോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇങ്ങനെ ഒരു ലൈറ്റ് വെയിറ്റിൽ ചെയ്യാനുള്ള ഉണ്ടായ കാരണം. 10 ഗ്രാമിൽ ഒരു വള ചെയ്ത് കഴിഞ്ഞാൽ 2 വളയും കൂടി 20 ഗ്രാമാണ്. അപ്പോൾ ഒരു 5 പവൻ എടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് ഈ 2 വള എടുക്കാം. ബാക്കി വരുന്ന വെയിറ്റിന് നെക്ലസോ എന്തൊക്കെയോ നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ പ്ലാനിങ്. ഓക്കെ, അപ്പോൾ ഇത് 10 ഗ്രാമിൽ വരുന്ന ഒരു വളയാണ്. ആ വളയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ ദേവി മീൻസ് നമ്മുടെ ലക്ഷ്മി ദേവി അങ്ങനെയുള്ള ഓരോ സങ്കല്പങ്ങൾ അതിൽ സ്റ്റാച്ചു ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും ഭംഗിയായിട്ട് ചിരിക്കുന്നത്. ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അതിനൊരു കോൺസെൻട്രേഷൻ കൊടുക്കാതിരുന്നില്ല. അത്രയും ഭംഗിയായിട്ട് ചിരിക്കുന്നത്. അതിൽ ചെറിയ ചെറിയ കെം സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയുള്ള വളകളാണ്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു 2-4 സൈസിൽ വരുന്ന വളമാണ്. 2.4 സൈസ്. നിങ്ങൾക്ക് ചിലപ്പോൾ 2.2 വേണ്ടി വരും, 2.6 വേണ്ടി വരും. അതെങ്ങനെയാ വെച്ചാൽ കസ്റ്റമൈസ് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഇതൊക്കെ പുറത്തുനിന്ന് പണിത് വരുന്ന ഐറ്റംസാണ്. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ പണിത് വരാനുള്ള ഒരു കാലതാമസം ഉണ്ട്. അപ്പോൾ നിങ്ങൾ വന്നിട്ട് അളവൊക്കെ കൊടുത്താലാണ് ചിലപ്പോൾ പണിയേണ്ടി വരുള്ളൂ. റെഡിയിലുണ്ട് നമ്മുടെ കയ്യിൽ, ഇല്ലാന്നല്ല. പക്ഷേ ചില അളവുകൾ ചിലപ്പോൾ റെഡിമെയ്ഡ് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് പറയണം കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ഒരെണ്ണമാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് പീസസ് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയേ. ഇതിൻ്റെ 2 ഇരട്ടി വീതി ഉണ്ട്. അതായത് 2 വളയുടെ നീളമുണ്ട്. എന്നാൽ 10 ഗ്രാം പ്ലസ് 10 ഗ്രാം 20 ഗ്രാം ഇത് വരണം. പക്ഷേ ഇത് 2 പവനേ ഉള്ളൂ. ഈ വള ഒറ്റ വള 2 പവൻ തൂക്കത്തിലാണ് വന്നിരിക്കുന്നത്. അതിൽ ഈ പറഞ്ഞ റോസാപ്പൂവാണ് ചെയ്തിരിക്കുന്നത്, ഒരു ഫ്ലവറാണ് ചെയ്തിരിക്കുന്നത്. അവിടെയും ഈ വേണമെങ്കിൽ ദേവി രൂപങ്ങൾ വെക്കാം. പക്ഷേ ഇത് കോമൺ ആയിട്ട് ഏത് റിലീജിയനും കാസ്റ്റുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. സെൻറ്ററിലൂടെയാണ് സ്റ്റോൺ പോയിരിക്കുന്നത്. കെമ്പ് സ്റ്റോൺ ആയിട്ടുള്ള ഗ്രീൻ കളറും ഒരു റെഡ് കളറിലുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 15 ഗ്രാമുള്ളൂ. 2 പവൻ തികച്ചില്ല. 15 ഗ്രാമിൽ ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു 2 വള. മീൻസ് 2 കൂടി 30 ഗ്രാം. അത്രയും ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ 2.4 സൈസ്, 2.6 ഉണ്ട്. ഇത് 2.6 കാരണം നല്ല വീതി ഉണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം കൈക്ക് നല്ല വണ്ണുള്ള ആൾക്കാർ ഇടുമ്പോൾ അതിനൊരു ഭംഗി കിട്ടും. അപ്പോൾ അതുകൊണ്ട് 2.6 അളവിലാണ് ചെയ്തിരുന്നത്. ചെറുതാക്കി വേണേൽ ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമൈസ് നമുക്ക് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ അടുത്ത 4 വള ഞാൻ ചേർത്താ പറയുന്നത്. അതായത് ഒരു വള 11 ഗ്രാം വരുന്ന വളകളാണ്. ഇത് സെറ്റാണ്. 4 എണ്ണം കൂടി ഇട്ടാലാണ് അതിനൊരു വൃത്തി കിട്ടുള്ളൂ. 2 എണ്ണം ഇടാം, കുഴപ്പമില്ല. ഈ 2 വള ഇതിൽ നിന്ന് എടുക്കാം. 2 വള ഇതിന് 2 ബോർഡറിലായിട്ട് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതിൽ കാണിക്കുന്നുള്ളൂ. അത് ഓരോരുത്തർ ഇഷ്ടാനുസരണത്തിന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാവുന്നുള്ളൂ. അത് ഇവിടെ വരുമ്പോൾ നമ്മൾ അതിനുള്ള മിടുക്കന്മാരായിട്ടുള്ള സെയിൽസ്മാരും ഇടയിലുണ്ട്. എത്ര പവനാന്ന് പറഞ്ഞാൽ മതി, നമുക്കത് ആ പവനിൽ ഭംഗിയായി സെറ്റ് ചെയ്ത് നിങ്ങൾ ഹാപ്പി ആക്കിയിട്ട് വിടും കേട്ടോ. അപ്പോൾ ഇത് 11 ഗ്രാമിൽ വരുന്ന ഒരു വളയാണ്. 4 വളയും കൂടി 44 ഗ്രാമാണ്. 5.5 പവനാണ് ഇതിന് വെയിറ്റ് വരുന്നത് ഈ 4 വള. ഇതിലിപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാം ഒരു 90% വർക്കും അതിലൊരു ഇങ്ങനെ ഇൻഡു ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. പക്ഷെ ഭയങ്കര ഫില്ലായിട്ട് ചിരിക്കുന്നത്. അത് നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നത്. ഒരു ഗ്യാപ്പ് ഇല്ലേ, അത്രയും ഭംഗിയായിട്ട് ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ 2 എണ്ണം ഇത് പറയാം. ഇത് സ്ക്രൂ ബാംഗിൾസ് ആണ്. ഇതിന്റെ വെയിറ്റ് വരുന്നത് 2.5 പവനാണ് വരുന്നത്. അതിൽ ദേവി ഉണ്ട്, പിന്നെ ഇടയിലൊരു ഫ്ലവറും ഡിസൈനൊക്കെ ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അളവ് പ്രശ്നമില്ല. എത്ര വലിയ കൈ അളവായാലും നമുക്ക് സ്ക്രൂ ഊരി ഇട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ നമുക്കൊരു ദീർഘനാള്, ഒരു ലോങ് ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതൊന്നും ഔട്ട് ഓഫ് ഫാഷൻ വരുന്ന ഡിസൈൻ അല്ല. എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ മക്കൾക്കോ ഒരു മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഹാൻഡ് ഓവർ ഇത് പോകണം പോലത്തെ ഡിസൈനാണ്. അപ്പോൾ എടുത്ത് വെച്ചുകൊണ്ട് നഷ്ടമൊന്നുമില്ല. ഇപ്പോൾ എടുത്ത് വെച്ചാൽ നമുക്ക് കുറേ കാലത്തേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ബിക്കോസ് ഇതൊരു ആൻറ്റിക് പീസസും ആണ്. നഗാസ് കളക്ഷൻ എന്ന് പറയുമ്പോൾ ആൻറ്റിക് പീസ് എന്ന് പറയുന്നത് പഴമയുള്ള ഒരു കളക്ഷൻസ് ആണ്. ഒരിക്കലും ഇതിൻ്റെ ഔട്ട് ഓഫ് ഫാഷൻ വരാൻ ചാൻസ് ഇല്ലാത്ത മോഡൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സുകളോ, ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് പഴയ ഗോൾഡ് എക്സ്ചേഞ്ച് ഇത് മേടിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു, അതിൻ്റെ ഫോട്ടോ കൂടെ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് റേറ്റ് അറിഞ്ഞ് നിങ്ങൾക്ക് ഇത് ഓൺലൈൻ ഡെലിവറി വീട്ടിലെത്തിക്കണമെങ്കിൽ വീട്ടിലെത്തിക്കാം. എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് എന്ത് ഡീറ്റെയിൽസും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിച്ചു. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വിളിച്ചു ചോദിക്കാവുന്നുള്ളൂ. അതിനുള്ള ആൾക്കാരെ കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഷോപ്പ് വരേണ്ട വഴി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് തൃശ്ശൂർ ഇവിടെയാണുള്ളത് നമ്മുടെ ഷോപ്പ്. തൃശ്ശൂർ പുത്തമ്പള്ളിക്ക് പുറകുവശം വരുന്ന പള്ളിക്കുളം റോഡിൽ കാൽഡിയൻ സെന്ററിന്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഷോപ്പിലേക്ക് വിളിക്കുകയാണെങ്കിൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സുകളോ എന്തെങ്കിലും കാര്യങ്ങളെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. അപ്പോൾ ശരി.